കേറ്. ബാലു, വണ്ടി എടുക്ക്. ഞാൻ ഈ കുട്ടിയോടൊപ്പം പുറകിലിരുന്നോളാം. കുട്ടി, മാഡം, കുട്ടി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മാഡം, എന്റെ ഒരു ഗതികേടിനെ കുറിച്ച് ആലോചിച്ചതാ. അച്ഛനും അമ്മയും ആരെന്നറിയാൻ വേണ്ടി വീട്ടിൽ കയറി ബഹളം വെക്കേണ്ടി വരിക. പക്ഷെ മാഡം, ഞാൻ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ അവസാനിപ്പിക്കൂ. അങ്ങേരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും എന്റെ അച്ഛനാണെന്ന്. അമ്മ ആരാണെന്ന് പറയിപ്പിക്കുകയും ചെയ്യും. നന്ദു എന്തിനാ അവളുടെ വീട്ടിൽ പോയേ? അതിന്റെ ഒരു ദേഷ്യം കൂടി അവക്കുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞതായിരുന്നില്ലേ? അതിനെ അതിന്റെ വഴിക്ക് വിട്ടാ മതിയായിരുന്നില്ലേ? ഞാൻ പോയത് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനൊന്നുമല്ല. അവക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് പ്രശ്നങ്ങൾ തീർക്കാന്. ഞാൻ മണ്ടൻ. ഉപദേശങ്ങളിൽ കൂടി അവൾ നന്നാവൂന്ന് കരുതി. അവക്ക് വേണ്ടത് സ്നേഹോപദേശമൊന്നുമല്ല, നല്ല തല്ല. അടിച്ചൊന്ന് രണ്ട് പല്ല് താഴെ ഇടണം, അപ്പോൾ നേരെയാവും. എന്നാ പിന്നെ പല്ല് താഴെ ഇടാത്ത എന്താ? എന്നുവെച്ചാ എന്നെ കൊണ്ട് പറ്റില്ലെന്നാണോ? അങ്ങനെയല്ല. ഇതൊക്കെ പറയും പോലെ എളുപ്പമല്ലെന്ന് മനസ്സിലായില്ലേ? അച്ഛനായിട്ട് അവസാനിപ്പിച്ച പ്രശ്നമല്ലേ, അതിന്റെ പിറകെ പോവണ്ടായിരുന്നു. അച്ഛൻ എങ്ങനെ അവസാനിപ്പിച്ചു എന്ന്? ഇവിടുന്ന് അവളെ പിടിച്ചിറക്കി കൊണ്ടുപോയി. അതോടെ തീരുന്നാണോ? അവളുടെ മനസ്സിൽ ഇനിയും വാശി കാണും. അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ആ, അത് വിട്. ഞാൻ പോയതിന്റെ തെറ്റ് ശരി നോക്കി സമയം കളയണ്ട. അവക്ക് ഈ ബഹളം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. DNA ടെസ്റ്റിന്റെ കാര്യമല്ലേ ഇപ്പോഴത്തെ പ്രധാന ആവശ്യം. അമ്മ ആരാണെന്ന് അറിയണം, അതല്ലേ? ചിലപ്പോ ഇന്നുകൊണ്ടെല്ലാം നേരെയാകാനും മതി. യഥാർത്ഥ അച്ഛനെ ഇളമയും കൂടിയല്ലേ വിളിച്ചോണ്ട് പോയിരിക്കുന്നത്. ബലരാമനങ്ങളും ചന്ദ്രമതി ആന്റിയും. ഇന്ന് ചിലപ്പോ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചേക്കും. ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് ബലരാമൻ അങ്കിളിനെയാ. അങ്കിളിന് വല്ല അറ്റാക്ക് വരുമെന്ന് ഞാൻ പേടിച്ചേ. അറ്റാക്ക് വേണേ ആദ്യം ഹാർട്ട് വേണ്ടേ? ഹൃദയമുള്ളവർ കാണിക്കുന്നതാണോ അയാൾ കാണിച്ചത്? ഏതോ ഒരു പാവം പെണ്ണിനെ പ്രലോഭിപ്പിച്ച് ഗർഭിണിയാക്കി, എന്നിട്ട് ഒന്നും അറിയാതെ മുങ്ങി. പിന്നെ പുതിയ പെണ്ണും കെട്ടി വലിയ നേതാവായി ഞാനെന്ന് അറിഞ്ഞില്ലെന്ന മട്ടിൽ വിലസുന്നു. അനുഭവിക്കുന്നത് നമ്മളും. ഞാനിപ്പോ അങ്കിളിനെ കൊള്ളിച്ച പലതും പറഞ്ഞത് കൊള്ളുകയും ചെയ്തു. തനൂജ് കയറി വന്നപ്പോ അങ്കിളിന്റെ അവസ്ഥ ഒന്ന് കാണണമായിരുന്നു. തകർന്നു പോയി. ഇതിനിടയ്ക്ക് തന്നെ ഇവിടുന്ന് എങ്ങനെയും പോവാൻ ശ്രമിച്ചതാ. പക്ഷെ അവസാനം ചന്ദ്രമതിയന്റെ എല്ലാം മാറ്റിമറിച്ചത്. സ്വപ്നത്തിൽ പോലും അങ്ങള് കരുതിയിട്ടുണ്ടാവില്ല ആന്റി തനൂജയും കൂടെ കൂട്ടിയായിരിക്കും ഇറങ്ങാൻ പോകുന്നതെന്ന്. തനൂജയുമായിട്ടുള്ള ഈ യാത്രയിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നല്ലതിനായ മതിയായിരുന്നു.
സോറി, സാറിനെ മാഡത്തെയും പോലുള്ളവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഞാൻ ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ലായിരുന്നു. സോറി. പക്ഷെ മാഡം, നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ ഒരാളെ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല. സർ, എന്താ? എനിക്ക് സാറിനെ കുറിച്ച് അറിയാം. സാർ ഒരു വലിയ നേതാവാണ്. സഹപ്രവർത്തകരോട് കരുണയുള്ള ആളാണ്. എന്റെ അച്ഛൻ, അതായത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് MLA ആയതിന് പിന്നിലും സാറാണെന്ന് എനിക്കറിയാം. എന്റെ കാര്യങ്ങള് സാറൊന്ന് ഏറ്റെടുക്കാവോ? എന്താ? എന്റെ അമ്മയൊന്ന് കണ്ടുപിടിച്ചു തരുന്ന കാര്യം. എന്റെ അച്ഛനെ കൊണ്ട് അച്ഛനാണെന്ന് സമ്മതിപ്പിക്കുന്ന കാര്യം ഒന്ന് സാധിച്ചു തരാമോ? ഞാൻ നോക്കാം കുട്ടി. താങ്ക് യു സർ. നോക്കാന്നെങ്കിലും സാറ് പറഞ്ഞല്ലോ. ഞാൻ ബഹളം വെച്ച് നിന്നപ്പോ സാർ എന്നോട് പറഞ്ഞില്ലേ ഒന്ന് നിർത്ത് കുട്ടീന്ന്. ആ സെക്കൻഡിൽ തന്നെ ഞാൻ സംസാരം നിർത്തി. സാറ് പറഞ്ഞ അതനുസരിക്കണമെന്ന് പെട്ടെന്ന് എന്റെ മനസ്സിലാരോ പറയുന്ന പോലെ തോന്നി. എന്നെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും എനിക്ക് നിങ്ങളോട് വലിയ ബഹുമാനവും ഇഷ്ടവും ഒക്കെ തോന്നി. സാധാരണ എന്നെ എല്ലാവരും ആട്ടി അകറ്റുക ചെയ്യാറ്. ആദ്യമായിട്ടാ എന്നെ അറിഞ്ഞിട്ട് രണ്ടുപേരെന്നെ ചേർത്ത് നിർത്തുന്നത്. കുട്ടിയുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലേ ബാലു? അതെ. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാരാ സിദ്ധുവും പ്രഭയും. പക്ഷെ കുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾ നിൽക്കുന്നത് സത്യത്തിന്റെ ഭാഗത്തായിരിക്കും. എന്നുവെച്ചാ കുട്ടിയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ കുട്ടിയുടെ ഒപ്പം ഞങ്ങളുണ്ടാവും. താങ്ക് യു മാഡം. ഞാനിപ്പോ താമസിക്കുന്ന വീട്ടിലെ എന്റെ വളർത്തച്ഛനും വളർത്തമ്മയും അവര് പോലും എന്നോട് ഇതുപോലെ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാ ആരെങ്കിലും എന്നോട് ഇതുപോലൊക്കെ പറയുന്ന. താങ്ക് യു സർ. മാഡം, എന്തോ ചില്ലറ എറിഞ്ഞ് കടം തീർക്കുക എന്റെ അച്ഛൻ. എനിക്കിനി വേണ്ടത് ഇങ്ങനെ മറഞ്ഞു നിന്നിട്ടുള്ള സഹായമല്ല. വെളിച്ചത്ത് വന്ന് ഞാനാ നിന്റെ അച്ഛനെന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ ചേർത്ത് പിടിക്കല. അത് അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും, ഉറപ്പാ. ആ ശരി, ഫോൺ വെച്ചേക്ക്, ഞാൻ വിളിച്ചോളാം. ഗിരി അന്ന് പറഞ്ഞത് സത്യോ? ആ തനൂജ കാരണം ഇനിയും എന്തൊക്കെ പ്രശ്നങ്ങൾ വരാനിരിക്കുക. ആ ശല്യം ഒന്നും ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ. ഇപ്പൊ എന്താ സംഭവിച്ചത്? തനുജ വീണ്ടും വീട്ടിൽ വന്നു. ഇതിപ്പോ ബലരാമൻ അങ്കിളും ചന്ദ്രമതി ആന്റി ഉള്ളപ്പോഴാ വന്ന് കേറിയെന്ന്. അതിന്റെ ഇടയില് നന്ദനുമായിട്ട് തർക്കമൊക്കെ ആയെന്ന്. പിന്നെ ബലരാമൻ അങ്കിളും ചന്ദ്രമതി ആന്റിയും കൂടി തനുജ വിളിച്ചോണ്ട് പോയത്രേ. എങ്ങനെ? ബലരാമ സാറ് തനുജയെ കൂട്ടിക്കൊണ്ടുപോയെന്നോ? എന്ന് വെച്ചാ ഒരു തർക്കവും ബഹളവും ഒന്നും ഉണ്ടാകണ്ടെന്ന് കരുതി ചന്ദ്രമതി ആന്റി എന്നെ അവളെ കൂട്ടിക്കൊണ്ടു പോയെന്ന്. അപ്പോ തനുജ എത്തേണ്ടിടത്ത് എത്തി. ബലരാമൻ സാറിന്റെ അടുത്ത് തന്നെ എത്തിയല്ലോ എന്ന്. തനുജ ബഹളമുണ്ടാക്കാൻ വേണ്ടി വന്നതാണെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ബലരാമൻ സാറുമായി കൂട്ടിമുട്ടിക്കാൻ വിധിയൊരുക്കിയ ഒരു അവസരമാണെങ്കിലോ ഇത്. പക്ഷേ അവളുടെ മനസ്സിൽ ഇപ്പോഴും സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് തന്നെയല്ലേ അവളുടെ അച്ഛൻ. ബലരാമൻ അങ്കിള് തല്ലും ബഹളം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോയതാവും. ഒരു തലവേദന ഒഴിച്ചു വിടുന്ന പോലെ വഴിയിലിറക്കി വിടും. എന്നാലും അവള് നാളെ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ തന്നെ എത്തും. തനുജയുടെ വരവല്ല, ബലരാമൻ സാറിന്റെ വരവാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത്. ചന്ദ്രോത്തേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് തന്നെ പോസിറ്റീവാ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അങ്ങ് അലിഞ്ഞു തുടങ്ങും. പിന്നെ തനുജയിലേക്കും എത്തിയിരിക്കുന്നു ബലരാമൻ സാറിന്റെ ശ്രദ്ധ. എന്നുവെച്ചാ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു എന്നാണ് ഗിരി പറയുന്നത്. ഏയ് ഇല്ല, അത് ഞാൻ പറയില്ല.
ഈ പ്രശ്നം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്തായാലും തനൂജ പ്രശ്നത്തിലേക്ക് ബലരാമൻ സാറ് ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വന്നേ പറ്റൂ. അതെന്തായാലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തൊക്കെയാ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സർ, ആ ജംഗ്ഷനിൽ നിന്ന് നിർത്തിയാൽ മതി. തനുജ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ വേണമെങ്കിൽ വീട്ടിലിറക്കാം. താങ്ക് യു മാഡം. അങ്ങനെ പറഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. മാഡത്തിനെയും സാറിനെയും ഞാൻ വീട്ടിൽ വിളിക്കും. എന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യത്തില് ഒരു സന്തോഷകരമായ തീരുമാനം വന്നിട്ട്. ഇതിപ്പോ വീട്ടില് സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം. അതുകൊണ്ട് മാഡവും സാറും വരണ്ട. ശരി സർ, നമുക്ക് കാണാം. ശരി മാഡം. ശരി. മോളെ, ഇതെന്റെ നമ്പറാ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ കുട്ടീനെ വിളിച്ചോളൂ. ഇതും ജീവിതത്തിൽ ആദ്യമാ മാഡം. ചിലരൊക്കെ പരിചയപ്പെട്ടാലും നമ്പർ തരാതെ ഒഴിഞ്ഞു മാറും. മാഡം ഇങ്ങോട്ടായിട്ട് നമ്പർ തന്നിരിക്കുന്നു. സാറിനെയും മാഡത്തെയും പരിചയപ്പെട്ടപ്പോ എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീരുമാനമാവുന്ന. അങ്ങനെ തന്നെ ആവും മോളെ, അല്ലേ ബാലു? അതെ. ഞാനെന്നാ പോട്ടെ സർ. ശരി. ശരി മാഡം. ടാറ്റാ. എന്നാ കാണാം മോളെ. ശരി മാഡം, ഞാൻ പോയിട്ട് വരാം. പാവം കുട്ടിയല്ലേ ബാലു? എന്തായാലും നമ്പർ കൊടുക്കണ്ടായിരുന്നു. അതെന്താ ബാലു അങ്ങനെ പറഞ്ഞേ? എന്താ നമ്മൾ തനുജയ്ക്ക് വേണ്ടി പറയുന്നത് സിദ്ധുവിന് ഇഷ്ടാവില്ലെന്ന് പേടിച്ചിട്ടാണോ? ഇവിടെ ഇപ്പൊ സിദ്ധുവിന്റെ ഭാഗത്താ തെറ്റ്. ആ തെറ്റ് സിദ്ധു ഏറ്റു പറഞ്ഞാ എല്ലാം അവസാനിക്കില്ലേ? അല്ലെങ്കിൽ DNA ടെസ്റ്റിന് പോണം. സിദ്ധു അല്ല അച്ഛനെങ്കിൽ ഉടനെ തെളിയുമല്ലോ. അവളുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്നുള്ള അന്വേഷണവും തുടങ്ങും. അങ്ങനെ കണ്ടെത്താലോ. തനുജയെ കണ്ടത് മുതൽ ബാലുവിന് നല്ല ടെൻഷനായിരുന്നു. സിദ്ധുവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കുമല്ലേ? സ്നേഹമൊക്കെ ആവാം. സ്നേഹം പോലെ തന്നെ ഇവിടെ ഇപ്പൊ ന്യായവും പ്രധാനമാ. ഞാൻ വെറുതെ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. സിദ്ധുവിന്റെ സ്ഥാനത്ത് ബാലു ആണെന്ന് വെക്ക്. ബാലുവിന് ആ കുട്ടി തള്ളി പറയാൻ പറ്റുമോ? കൈ ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുമോ? നമുക്ക് പോവാം. ബാലു പോവല്ലേ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. സാങ്കല്പിക ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാ ചന്ദ്രേ? ചോദ്യം സാങ്കല്പികമാണെങ്കിലും കഴമ്പുള്ളത് കൂടിയല്ലേ. ബാലു പറ, ബാലു മാറി നിൽക്കോ? അഥവാ ബാലു മാറി നിന്നാലും ഞാൻ അറിഞ്ഞ ആ കുട്ടിയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരും. ഭാര്യ ഭർത്താവെന്ന നിലയ്ക്ക് നമ്മുടെ ബന്ധം പിന്നെ എങ്ങനെയാവുമെന്ന് അറിയില്ല. അതെങ്ങനെയായാലും ഒരു കുഞ്ഞിനെ, അതും ഒരു പെൺകുഞ്ഞിനെ അച്ഛനില്ലാതെ വളരാൻ ഞാൻ സമ്മതിക്കില്ല.
എവിടെ? ബലരാമനും ചന്ദ്രമതി എവിടെ? അവര് പോയി അമ്മേ. പോയോ? അവളോ? ആ തനൂജ അവളെവിടെ? തനൂജയും വിളിച്ച അവര് പോയത്. തനുജ അവരെ കൂട്ടിക്കൊണ്ടുപോയോ? ആ അതെ അച്ഛാ. എന്താ മോളെ സംഭവിച്ചേ? സംഭവിച്ചത് വേറൊന്നുമല്ല. കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്ത് വരികയായിരുന്നു. അപ്പോഴാ നന്ദു വന്നേ. വന്ന ഉടൻ തന്നെ നന്ദു ബഹളം വെച്ച് തുടങ്ങി. പിന്നെ ബഹളം വെക്കാതെ. ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? ഇന്നലെ വരെ അച്ഛൻ ആരായിരുന്നു എന്ന് അവർക്ക് അറിയേണ്ടിരുന്നേ. ഇന്നിപ്പോ അമ്മയെക്കുറിച്ചും അറിയണം. അവളുടെ അമ്മ ഇവിടാണോ വെച്ചിരിക്കുന്നത്? എല്ലാം പിന്നെയും പഴയതുപോലെ ആവുകയാണോ? എല്ലാം അവസാനിച്ചു എന്നുള്ള സമാധാനത്തില് സന്തോഷത്തോടെ നിൽക്കുമ്പോഴാ ഇടുത്തി പോലെ ദേവിക വിളിക്കുന്നത്. വീണ്ടും തനൂജ വന്നു. ബലരാമനും ചന്ദ്രമതി ഉണ്ടെന്നറിഞ്ഞപ്പോ ചെറിയൊരു ആശ്വാസം തോന്നി. ചിലപ്പോ എല്ലാം കലങ്ങി തെളിയുന്നു. എനിക്ക് വയ്യ, മടുത്തു. അമ്മ വിഷമിക്കണ്ട. ഞാൻ ബഹളം വെച്ചത് നന്നായി തന്നെ എനിക്ക് തോന്നുന്നത്. ബലരാമനങ്ങളും ആന്റിയും കൂടെ അവളെ കൊണ്ടുപോയേക്കോ അല്ലേ? ചിലപ്പോ എല്ലാം അങ്കിള് തന്നെ പറയും. അങ്കിളും പറയില്ല, ആന്റിയും പറയില്ല. എല്ലാം വീണ്ടും നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. അച്ഛാ, അച്ഛൻ എന്തൊന്നും മിണ്ടാ നിൽക്കുന്നേ? കാര്യങ്ങൾ അച്ഛൻ്റെ കയ്യിലാ. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞില്ലേ? ജീവിതത്തിൽ ഒളിച്ചു വച്ചിരുന്ന ഒരു മഹാരഹസ്യമാണ് ബലരാമന്റേത്. എന്നോടൊപ്പം അവസാനിക്കുമെന്ന് കരുതിയ ആ രഹസ്യം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? നന്ദൻ പറഞ്ഞത് കേട്ടില്ലേ സിദ്ധു? അവക്കിപ്പോ അമ്മയെക്കുറിച്ച് കൂടി അറിയണമെന്ന്. അതിനല്ലേ ഈ ബഹളമൊക്കെ? ഞങ്ങളോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോ ഈ ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ എന്നെ അനുവദിക്കണം. ഒക്കെ ഞാൻ പറയാം. അച്ഛാ, വെളിപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ ഇപ്പൊ തന്നെ അതും ഞങ്ങളോട് പറയണം. ഇല്ല മോളെ, അതിന് സമയമായിട്ടില്ല. സിദ്ധു, വേണ്ടമ്മേ. എന്തെങ്കിലും കാണാതെ അച്ഛൻ ഇങ്ങനെ പറയില്ല. അതെ, പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം കാണും. സമയമാവുമ്പോ അച്ഛൻ എല്ലാം പറയും. ആ സമയമാവുമ്പോ ഈ വീട്ടിൽ എല്ലാവരും ജീവനോടെ ഉണ്ടായാ മതിയായിരുന്നു. ഏട്ടാ, നമ്മളെന്ന് ആലോചിച്ച കാര്യമില്ലേ, വീട് മാറുന്ന കാര്യം? അത് എത്രയും പെട്ടെന്ന് വേണം. എന്നിട്ട് എങ്ങോട്ട് പോകുന്ന കാര്യത്തിനെ കുറിച്ചാ താനീ പറയുന്നത്? നീ എന്തൊക്കെയാ സുജാത ഈ പറയുന്നത്? ദൂരെ എങ്ങോട്ടെങ്കിലും പോവാം. നമ്മുടെ സമാധാനത്തിനല്ല, സിദ്ധാർത്ഥൻ സാറിനും കുടുംബത്തിനും വേണ്ടിയാ. തനൂജ കാരണം അവരിനി സഹിക്കാൻ ബാക്കിയൊന്നുമില്ല. ശിഷ്ടകാലമെങ്കിലും ശാന്തമായി ജീവിക്കട്ടെ. ഈ പുതിയ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുന്ന കാര്യമായി പറയുന്നേ? ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഇനി എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടെങ്കിലും പോവും. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ വരാം, അല്ലെങ്കിൽ തോന്നുന്ന പോലെ കഴിയാം. ഇത്രയും കാലം നിങ്ങളോടൊത്തല്ലേ കഴിഞ്ഞത്? എന്നെ വിട്ട് നിങ്ങൾ പോയാലും നിങ്ങളെ വിട്ട് ഞാൻ പോവില്ല.